യഥാർത്ഥത്തിൽ ഇസ്ലാമിക വേഷവിധാനമില്ലാതെ എത്ര നമസ്കരിച്ചാലും അതുപോലെ തന്നെ ഏത് ഉംറയാണെങ്കിലും എത്ര ഹജ്ജ് നിങ്ങൾ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ പക്കൽ നിന്ന് അതിന് പ്രതിഫലമില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ ലാ യറയന്നൽ ജന്ന. ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്ന വലിയ വിഷയമാണ് ഈ ഒരു ഹദീസ്. കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം അവർക്ക് നല്ല നീളവും നല്ല വലിപ്പവും ഒക്കെ ഉള്ളതാണ്, പക്ഷെ അവർ ധരിച്ചിട്ടുണ്ട്, പക്ഷെ അത് കാണുന്നുമുണ്ട് എന്നാണ്. ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചു, പക്ഷെ അവർ നഗ്നകളാണ്. ലാ യറയന്നൽ ജന്ന, ആ സ്ത്രീകൾ അള്ളാഹുവിൻ്റെ സ്വർഗം കാണുകയില്ല. മാത്രമല്ല വലാ യജ്ന റീഹഹ, ആ സ്വർഗത്തിൻ്റെ മണം പോലും അവർക്ക് ആസ്വദിക്കാൻ അള്ളാഹു നൽകുകയില്ല എന്ന്. ഇതിൻ്റെ ഇടയിലൊരു വാക്യം വിട്ടുപോയി, മായിലാത്തുൻ മുമീലാത്ത് എന്നാണ്. അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കുഴയുന്ന മക്കൾ. ഞാനൊരിക്കൽ ഈ കുട്ടികളോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു പെൺകുട്ടി എനിക്ക് കമൻറ്റ് ചെയ്തു എൻ്റെ മൊബൈലിലേക്ക്, ടീച്ചർ എപ്പോഴും ഞങ്ങൾ പെൺകുട്ടികളെയാണ് പറയുന്നത്, ഞങ്ങളെ വീട്ടിലുള്ള താത്തമാര് ഞങ്ങളെക്കാളും അഴിച്ചിട്ടിട്ടും ഞങ്ങളെക്കാളും അന്യ ആൾക്കാരോട് സംസാരിച്ചിട്ടുമാണ് ഇരിക്കുന്നത് എന്ന്. അതൊന്ന് പറയണമെന്ന് അത് ഞാൻ പറയുകയാണ്. ഒരു കുട്ടിയുടെ ഒരു വിദ്യാർത്ഥിയുടെ ആവശ്യമാണിത്. അപ്പോൾ കാസിയാത്തും ആരിയാത്തും മായിലാത്തും മുമീലാത്ത്, ഈ മായിലാത്തും മുമീലാത്തിന് ഇന്ന് കിട്ടിയ സാധനമാണ് മൊബൈൽ. ആ മൊബൈലിലൂടെ എല്ലാവിധ ചാറ്റിങ്ങിലും നമ്മൾ പങ്കാളികളാണ്. ഇങ്ങനെയുള്ളൊരു ഉമ്മയും അങ്ങനെയുള്ളൊരു മക്കളും വീട്ടിലുണ്ടായാൽ പിന്നെ ആ വാപ്പ നാട് വിടുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ അനുഭവത്തിലുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാകട്ടെ, നമ്മുടെ കൂട്ടത്തിൽ വരുന്ന സഹോദരിമാരാകട്ടെ, ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ട്. പണ്ടൊക്കെ സ്ത്രീകളുടെ അടുത്ത് തെറ്റുപറ്റിയ ഭർത്താവ് ഗൾഫിലാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. സ്വന്തം വീട്ടിൽ ഭർത്താവ് ഉണ്ടായി, നിത്യേന ഭർത്താവ് വീട്ടിലുള്ള പെൺകുട്ടികൾ, ഈ കുട്ടി പറഞ്ഞതിൽ ഒരു താത്തമാര്, ഈ താത്തമാര് മുഴുവനും കിട്ടിയ നമ്പറിലെല്ലാം ചാറ്റ് ചെയ്ത് ഒരിക്കൽ ഒരുത്തിയെ തിരഞ്ഞു വരുമ്പോഴാണ് വീട്ടുകാർ അറിയുന്നത്. മറ്റൊരുത്തിയോ, ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് കരയുകയാണ്, സംഭവിച്ചു പോയി ടീച്ചറെ, ഈ സംഭവം ഇനി ഒരാൾക്കും സംഭവിക്കരുതേ എന്ന് പറഞ്ഞിട്ട് അവൾ കരയുന്നത്. 2 മക്കളെയും തൂക്കി പിടിച്ചുകൊണ്ട് അവൾ വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ, എൻ്റെ മൊബൈലിലൂടെ ഞാൻ പരിചയപ്പെട്ട ഒരുത്തൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോയി, വീട്ടുകാരെ കാണാതെ. ഈ മുഴുകുടിയനായ ഇദ്ദേഹം ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടപ്പോൾ മുത്തക്കിയായിട്ടാണ് സംസാരിക്കുക ആൾക്കാർ. പക്ഷേ മുഴുകുടിയനായ ഇദ്ദേഹം ചവിട്ടിയിട്ടും അടിച്ചിട്ടും മർദ്ദനം സഹിക്കവയ്യാതെ ആ പെൺകുട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരവയവം നഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. ഇങ്ങനെയുള്ള ദാരുണമായ അന്ത്യത്തിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എത്തുന്നത് മാതാപിതാക്കളുടെ അശ്രദ്ധയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. പക്ഷേ അതൊരു അശ്രദ്ധ തന്നെയാണ്.